വീഡിയോ കാണുന്ന അധ്യാപകരല്ലാത്ത മറ്റ് സ്വകാര്യ സെൽഫ് ഫിനാൻസിങ് കോർപ്പറേറ്റ് സംരംഭങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ അധ്യാപകരോട് ഒരു വലിയ അസൂയ ഉണ്ടായേക്കാം. കാരണം നമ്മുടെ സർക്കാർ സ്കൂളുകളിലേക്ക് നിരവധി യോഗ്യതകൾ നേടിയിട്ട് LPST, UPST വലിയ കോമ്പറ്റീഷൻ എക്സാമുകൾ എഴുതി തസ്തികയിലേക്ക് ജോലിക്ക് കയറാൻ വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ എന്തിനു വേണ്ടിയാണ് ഇത്രയും റിസ്ക് എടുക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ ജോലിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് മറ്റ് ജോലികളെക്കാൾ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അധ്യാപക വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവരും ഒന്ന് കാണുക, കണ്ടറിഞ്ഞിരിക്കുക. ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും മറ്റ് ജോലികളിൽ നിന്നും വ്യത്യസ്തമായി അധ്യാപകർക്ക് മാത്രം ലഭിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഇതൊരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല, മറിച്ച് ഈ വീഡിയോ എന്ന് പറയുന്നത് യാഥാർത്ഥ്യങ്ങളാണ്, നഗ്ന സത്യങ്ങളാണ്. അതുകൊണ്ടായിരിക്കാം അധ്യാപകർക്ക് ഇത്ര പ്രിവിലേജ്, അതുകൊണ്ടായിരിക്കാം അധ്യാപകർക്ക് ഇത്രയും കൂടുതൽ കോമ്പറ്റീഷൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് LPST, UPST എന്ന് പറയുന്ന തസ്തികയിൽ നിന്നും ലഭിക്കുന്ന അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് 35,600 മുതൽ 75,400 രൂപ വരെയാണ്. അതായത് അടിസ്ഥാന ശമ്പളം 35,600. ഇതിന്റെ കൂടെ അലവൻസ് ഉണ്ടാകും, ഓരോ വർഷവും ഇൻക്രിമെന്റ് ഉണ്ടാകും, അങ്ങനെ നിരവധി പ്രത്യേകതകളുണ്ട്. ഇത് സ്റ്റാർട്ടിംഗ് സാലറി മാത്രമാണ്. സ്റ്റാർട്ടിംഗ് 35,600 എന്നല്ല, അത് ബേസിക് പേ ആണ്. എല്ലാ അലവൻസും കൂടി ചേർന്ന് ഗ്രോസ് പേ ആണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ശമ്പളത്തിന്റെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാലോ. ഇനി അധ്യാപകർക്ക് എങ്ങനെയാണ് ജോലി സമയം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു പക്ഷേ ഇത് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക്, ചിലപ്പോൾ മറ്റു മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അധ്യാപകരോട് ചിലപ്പോൾ ദേഷ്യമൊക്കെ തോന്നാം. കാരണം നോക്കുക, ഒരു വർഷം 365 ദിവസം അല്ലെങ്കിൽ 365 ദിവസമാണ്. ആ 365 ദിവസത്തിൽ ഇവർക്ക്, അതായത് അധ്യാപകർക്ക് 61 ദിവസമാണ് ഇവർക്ക് വെക്കേഷൻ ലീവ്. അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വെക്കേഷൻ ലീവ്, സമ്മർ വെക്കേഷൻ ലീവ് 61 ദിവസം. ഒരു പക്ഷേ അവിടെ പേപ്പർ വാല്യൂഷൻ, SSLC എക്സാമിനേഷന്റെ പേപ്പർ വാല്യൂഷൻ കാണാം. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ്സുകൾക്ക് ഒരു പക്ഷേ മെയ് മാസത്തിൽ തന്നെ ക്ലാസ്സുകൾ തുടങ്ങാം, സ്പെഷ്യൽ ക്ലാസ്സുകൾ വെക്കാം. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. എങ്കിലും ജനറൽ ആയിട്ട് 61 ദിവസം അവർക്ക് വെക്കേഷൻ ലീവാണ്. പക്ഷേ ഇവിടെ 10ാം ക്ലാസ് തസ്തികയോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പേപ്പർ വാല്യൂഷനോ LPSTക്കും UPSTക്കും ഇല്ല എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ LPST, UPST തസ്തികകൾക്ക് 61 ദിവസം വെക്കേഷൻ ലീവ് ഉണ്ട്. ഇനി ക്രിസ്മസ് ആൻഡ് ഓണം ലീവ് 20 ദിവസം. നിങ്ങൾ ഓർത്തു നോക്കിയേ, ഇപ്രാവശ്യം അതായത് 2025 12 ദിവസമാണ് ക്രിസ്മസ് വെക്കേഷൻ ലീവായിട്ട് ലഭിച്ചത്. എന്നാൽ മറ്റു വർഷങ്ങളിൽ 10 വെച്ച് നമ്മൾ ശരാശരി കൂട്ടുമ്പോൾ ഓണത്തിനും ക്രിസ്മസിനുമായിട്ട് ഏകദേശം 20 ദിവസം, 61ഉം 20ഉം 81 ദിവസം ഓൾറെഡി അവർക്ക് ജോലിയില്ല. ഇനി നോക്കുക, സാധാരണഗതിയിൽ ഒരു അധ്യാപകന്, അതായത് LPSTക്കും UPSTക്കും HSTക്കും ലഭിക്കുന്ന വെക്കേഷൻ ലീവ് ഉള്ളത് കൊണ്ട് ലഭിക്കുന്നത് 15 ദിവസം കാഷ്വൽ ലീവാണ്. അത് അവർക്ക് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഒരു പബ്ലിക് സർവന്റ് എന്നുള്ള നിലയിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ 61ഉം 20ഉം 15 കാഷ്വൽ ലീവാണ്. ഇനി നോക്കുക, കമ്മ്യൂട്ടഡ് ലീവ് എന്ന് പറയുന്നത് 10 ദിവസമാണ് കമ്മ്യൂട്ടഡ് ലീവ്. അതായത് 2 വർഷം അധ്യാപക തസ്തികയിൽ ഇരുന്നിട്ട് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന ഒരാൾക്ക് പ്രതിവർഷം 10 കമ്മ്യൂട്ടഡ് ലീവ് വെച്ച് അത് നമുക്ക് സേവ് ചെയ്യാം. കാഷ്വൽ ലീവ് ആ വർഷം തന്നെ ഉപയോഗിക്കണം. പക്ഷേ കമ്മ്യൂട്ടഡ് നമുക്ക് എങ്ങനെ സേവ് ചെയ്ത് പോകാം. ചില വർഷങ്ങളിലൊക്കെ റിട്ടയർമെന്റ് വർഷത്തിൽ മുഴുവനും കമ്മ്യൂട്ടഡ് എടുത്ത് ഉപയോഗിച്ച് പോകാതെ വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ 10 ദിവസം കമ്മ്യൂട്ടഡ് ലീവാണ്. അപ്പൊ നോക്കേ, 61ഉം 20ഉം 81, 86, 96, 106 ദിവസം. 106 ദിവസം ഓൾറെഡി അവർക്ക് 365 അവധിയാണ്. ഇനി നോക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എത്ര സൺഡേ ഉണ്ട് ഒരു വർഷം? 365 എത്ര സൺഡേ ഉണ്ട്? 10 മാസത്തെ സൺഡേ നമുക്ക് കൂട്ടിയാൽ മതി. ജൂൺ മുതൽ മാർച്ച് 31 വരെ ഏകദേശം 40 കൂട്ട്, 40 മുകളിലുണ്ട്. 40 സൺഡേ കൂട്ട്. അതോടൊപ്പം തന്നെ എത്ര സാറ്റർഡേ ഉണ്ട്, എത്ര പബ്ലിക് ഹോളിഡേയ്സ് ഉണ്ട്. ഇവിടെ മൊത്തം അവധിയാണ്. ഇപ്പൊ ഞാൻ ഇതിന് കൂട്ടിക്കാണിക്കുന്നില്ല. കാരണം പലർക്കും പല മേഖലകളിലും രാവും പകലും ജോലി ചെയ്യുന്ന, സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പലർക്കും ഹൃദയഭേദകമാകും ഈ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൺഡേസ് ആൻഡ് ഹോളിഡേയ്സ് അവധിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട, അത് പബ്ലിക് ഹോളിഡേയ്സ് അവധിയാണ്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, സറണ്ടർ ലീവ് എന്ന് പറയുന്ന ഒരു സാധനം കൂടിയുണ്ട്. സറണ്ടർ, ഇവർക്ക് ഏൺഡ് ലീവ് ഇല്ല.
അധ്യാപകർക്ക് ഏണ്ട് ലീവില്ല, സറണ്ടർ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു ഡ്യൂട്ടിക്ക് വെക്കേഷൻ ടൈമിൽ പോയെന്ന് വിചാരിക്കുക. മെയ് ഏപ്രിൽ മാസങ്ങൾ ഇവർക്ക് ഓൾറെഡി ലീവാണല്ലോ. അവിടെ നിങ്ങൾ 10 ദിവസം ഏതെങ്കിലും ഒരു കാര്യത്തിന് ഗവൺമെന്റ് തന്നെ നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ജോലിക്ക് പോയാൽ ആ 10 ദിവസം നമുക്ക് വർക്കിംഗ് ഡേയ്സിൽ സറണ്ടർ ചെയ്യാം. വർക്കിംഗ് ഡേയ്സ് പകരം വർക്കിംഗ് ഡേയ്സ് എടുക്കാം, ജൂൺ ടു മാർച്ച് വരെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സറണ്ടർ ലീവ് ഉണ്ട്. ഇനി നോക്കുക, സാധാരണഗതിയിൽ അക്കാദമിക് ഡേയ്സ്, അതായത് സ്കൂൾ വർക്കിംഗ് ഡേയ്സ് ഒരു വർഷത്തിൽ 220 മോസ്റ്റ് പ്രോബബ്ലി 220 ആണെങ്കിലും ഒരു 200 മാത്രമാണ് സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നത്, നടക്കാറുള്ളത്. 200, 202 മാത്രമാണ്. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു LPSC UPSCക്കും 200 ദിവസം ജോലി ചെയ്യണമെന്നല്ല പറഞ്ഞത്. 200-ൽ നിന്ന് കാഷ്വൽ ലീവ് കുറയ്ക്കണം, 200-ൽ നിന്ന് കമ്മ്യൂട്ടർ ലീവ് കുറയ്ക്കണം, 200-ൽ നിന്ന് സറണ്ടർ കുറയ്ക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 160, 155, 160 ദിവസം മാത്രം ഇവർക്ക് സ്കൂളിൽ ജോലി ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക, 200, 220 വർക്കിംഗ് ഡേയ്സ്. അതിലാണ് 15 കാഷ്വൽ ലീവ്, അതിൽ നിന്നാണ് 10 കമ്മ്യൂട്ടർ ലീവ്, അതിൽ നിന്നാണ് സറണ്ടർ എടുക്കുന്നത്. ഇനി സ്കൂളിൽ ടൂർ പോകുന്നില്ലേ, പബ്ലിക് ഹോളിഡേയ്സ് ഇല്ലേ, കരിക്കുലർ ഡേയ്സ് ഇല്ലേ, ഇതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിൽ പലർക്കും എന്നോട് അമർഷം ഉണ്ടാകാം, ഇത് പ്രകീർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇത് പ്രകീർത്തിച്ച് പറയല്ല, അധ്യാപക തസ്തികയുടെ അട്രാക്റ്റീവ് എലമെന്റുകളാണ്. ലോകത്തിൽ ഇങ്ങനെ ഒരു ജോലി ഉണ്ടോ? ലോകത്തിൽ ഇങ്ങനെ ഒരു ജോലി ഉണ്ടോ? അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇയർലി ഇൻക്രിമെന്റ് 900 മുതലാണ് ഇൻക്രിമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1800 വരെ ഉണ്ട് ഇൻക്രിമെന്റ്. ഓരോ വർഷവും സാലറിയിൽ 900 മുതൽ ഇൻക്രിമെന്റ് കൂടും. അവരുടെ സാലറി സ്കെയിൽ കൂടുന്നതിനനുസരിച്ച്, അവരുടെ ഇൻക്രിമെന്റ് കൂടുന്നതിനനുസരിച്ച് ഇൻക്രിമെന്റ് എമൗണ്ട് കൂടും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് PF ഇൻട്രസ്റ്റ് 8.2% ആണ്. അതുപോലെ തന്നെ ഡ്യൂട്ടി ടൈം 9:30 മുതൽ 4 മണി വരെയാണ്. 9:30 മുതൽ 4 മണി വരെയാണ് ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് ഗ്രേഡ് എഴുതുമ്പോൾ 2 ഇൻക്രിമെന്റ് ആണ് കൂടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, സോഷ്യൽ സ്റ്റാറ്റസും രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണി വരെ യാതൊരു ടെൻഷനും ഇല്ലാതെ, യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ സ്വർഗത്തിൽ നിന്ന് വന്ന കുരുന്നുകളെ പഠിപ്പിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു ജോലി. ഇതിനെ വെല്ലാൻ മറ്റൊരു ജോലിയുണ്ടോ? that is the most attractive elements to the LPST UPSC. ആകണമെങ്കിൽ കയറുക, ആകണമെങ്കിൽ സ്പെഷ്യൽ ബാച്ചുകളിൽ കയറുക, മെന്റേഴ്സിന്റെ സഹായത്തോടെ പഠിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് പഠിക്കുക, ആ മോഡൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, MCQs ഡിസ്കസ് ചെയ്യുക, ക്ലാസ് കാണുക. ഓൾ ദ വെരി ബെസ്റ്റ്.